ഈ പ്ലസ് ടു ഫിസിക്സിൽ മെയിനായിട്ടുള്ളത് എന്താ? പ്ലസ് ടു ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാർജുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ചാർജുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിന് ശേഷം അതിൽ ആദ്യം ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഇലക്ട്രിക് പൊട്ടൻഷ്യലിലേക്ക് കിടക്കും. ഇലക്ട്രിക് പൊട്ടൻഷ്യലിലാണ് കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. കപ്പാസിറ്ററിന് ശേഷം കറണ്ട് ഇലക്ട്രിസിറ്റി കടന്നതിന് ശേഷം മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ കിടക്കും. മാഗ്നറ്റിസം, മാറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നാലോളം വരുന്ന ചാപ്റ്റർ. എ സി അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഓർഡറിലല്ല പറയുന്നത്. പിന്നെ നമ്മൾ മോഡേൺ ഫിസിക്സിലേക്ക് കിടക്കും. ഡുവൽ നേച്ചർ, അതുപോലെ തന്നെ ആറ്റം, ന്യൂക്ലിയർ തുടങ്ങിയിട്ടുള്ള ചാപ്റ്റർ, സെമി കണ്ടക്ടേഴ്സൊക്കെ. സോ നോക്കാം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ മെയിൻ ഇക്വേഷൻ ആണ് ഇതാ, 1/4πε0 Q1 Q2/r² എന്നുള്ളതാണ്. അതായത് രണ്ട് ചാർജ്, ഒരു Q അല്ലെങ്കിൽ ഒരു Q2 എന്ന് പറയുന്ന രണ്ട് ചാർജ്, അതായത് ഒരു Q1 എന്ന് പറയുന്ന ചാർജും ഒരു Q2 പറയുന്ന ചാർജിനാണ് വെച്ചു. അത് ആ ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ പറ്റും? Q1 Q2/r² കെ എന്ന് പറയാൻ പറ്റും. ഈ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ആ കോൺസ്റ്റൻ്റ് ആണ് എന്ത്? 1/4πε0 എന്ന് പറയുന്നത്. സോ ഈ 1/4πε0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁹ എന്ന് പറയുന്നതാണ്. സോ അതല്ല, നിങ്ങൾക്ക് ε0ൻ്റെ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ε0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 8.6 × 10⁻12 എന്ന് പറയുന്നതാണ്. സോ ഇതാണ് എന്ത്? ഫസ്റ്റ് ഇക്വേഷൻ. സോ ε0. ഇനി ε0 എന്ന് പറയുന്നത് എയറിലാവുമ്പോൾ, ε0 എന്ന് പറയുന്നത് എയറിൻ്റെ പകരം മീഡിയം ഉണ്ടെങ്കിൽ ε0 × r എന്ന് പറയാൻ പറ്റും. സോ വാക്കം അല്ലെങ്കിൽ ഫോർ മീഡിയം എന്ന് പറയാൻ പറ്റും. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ എന്താണ് ഫീൽഡ് നോക്കാം. സോ ഫോഴ്സ് കഴിഞ്ഞാൽ അടുത്ത ടൈം എന്ത്? ഫീൽഡാണ്. സോ അതിൻ്റെ ഇക്വേഷനിൽ എന്താ വരുന്നത്? മറ്റുള്ള ഇക്വേഷനിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അതായത് F = Q എന്ന് എഴുതാൻ പറ്റും. സോ F = Q എന്ന് എഴുതാൻ പറ്റും. സോ E = എന്താ? F/Q എന്ന് എഴുതാൻ പറ്റും. സോ F/Q എന്ന് എഴുതാൻ പറ്റും. സോ F എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ഇക്വേഷനാണ്. F എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2/r². അപ്പോൾ F = QE ആണെങ്കിൽ E = F/Q അല്ലേ? അപ്പോൾ ഇവിടെ നിന്നൊരു Q വന്നാൽ എന്ത് ചെയ്യും? ഒരു Q പോവും. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നത്തിങ് ബട്ട് ഇലക്ട്രിക് ഫീൽഡ് സിമ്പിൾ ആണെന്ത്? ഇവിടെ നിന്നൊരു Q ഒഴിവാക്കി എന്തായി? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനായി. ഓക്കെ, അപ്പോൾ എന്താക്കി? E = സിമ്പിൾ. അപ്പോൾ ആ ഇക്വേഷൻ എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അതെന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബുദ്ധിയിലാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് പറയാനുള്ളത് അതിനെക്കാട്ടി ഇമ്പോർട്ടൻസ് ഉള്ള ഈ ഇക്വേഷനാണ്, ഈ F = Q അല്ലെങ്കിൽ E = F/Q എന്ന് പറയുന്ന ഇക്വേഷൻ. സോ നോക്കാം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെ നോക്കാം? ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിൻ്റ് ചാർജ് ആണെങ്കിൽ എന്താ? ഒരു ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ E = QQ/r² എന്നുള്ളതാണ്. സോ അടുത്തത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്നാണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന ടേംസ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ EA cos θ എന്നുള്ളത്. ഈ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റ് വരാം. ഡോട്ട് പ്രൊഡക്റ്റ് എന്നാൽ കോസ് ആണ്, ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? സൈനാണ് വരിക. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് ഇക്വേഷൻ E.A cos θ എന്ന് പറയുന്നത്. നോൺ യൂണിഫോം ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇൻ്റഗ്രേഷൻ എടുക്കണം. സോ ഇൻ്റഗ്രേഷൻ എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ E.dA എന്ന് പറയാൻ പറ്റും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോന്നിൻ്റെ ഇക്വേഷൻസ് പറയാൻ പറ്റും. സോ ഗോസസ് ലോ എന്ന് പറയുന്നത് എന്താ? ഗോസസ് ലോ എന്ന് പറയുന്നത് Φ = ε ഇതാണ് എന്താ? Q enclosed by ε0 എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നോക്കാം, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. അതായത് ഒരു സ്ഫിയർ ഉണ്ട്, ഇതാണ് ക്ലോസ്ഡ് സർഫസ്. ഈ ക്ലോസ്ഡ് സർഫസിനെ വിളിക്കുന്ന പേരെന്താണ്? കോഷ്യൻ സർഫസ് എന്ന് വിളിക്കാറുണ്ട്. കോഷ്യൻ സർഫസ് ഒരു ഇമേജിനറി സർഫസാണ്. അത് നമ്മൾ ഈ ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എടുക്കുന്നത്. ഒന്നും മെയിൻ ചെയ്യേണ്ട. അതായത് ഈ സർക്കിളിനുള്ളിൽ Q1 Q2 എന്നാണ് ചാർജ് ഉണ്ട്. ഈ സർക്കിളിൻ്റെ പുറത്തൊരു Q3 Q4 എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. സോ ഇതിൻ്റെ ഫ്ലക്സ് എന്താണെന്ന് വെച്ചാൽ ഫ്ലക്സ് = Q enclosed by ε0 എന്നുള്ളതാണ്. സോ ε0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക? Q enclosed എന്താ? സോ ഈ സർക്കിളിലുള്ളത്തെ ചാർജ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള Q3 അല്ലെങ്കിൽ ഈ Q3 എന്ന് പറഞ്ഞ രണ്ട് ചാർജ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മതി? Q1 + Q2/ε0 എന്ന് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലക്സ് കിട്ടും. സോ അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെയുള്ളത്. പിന്നെ ടോർക്ക് P×E. ഓക്കെ P × E എന്ന് പറയാൻ പറ്റും. സോ എന്താണ് P എന്നുള്ളതാണ്? ഡൈപോൾ മൊമെൻ്റ് ആണ്. സോ ഡൈപോൾ മൊമെൻ്റ് എന്താ? P = 2AQ. എന്താണ് ഡൈപോൾ എന്ന് പറഞ്ഞാൽ? ഡൈപോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡൈപോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക്സ് പറയാനുള്ളതാണ്. അതായത് മാഗ്നറ്റിക് നോക്കുന്ന സമയത്ത് NS എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പോൾസ് ഉണ്ടാവും. സോ ഒരു മോണോപോൾ എക്സിസ്റ്റ് ചെയ്യില്ല ഒരു മാഗ്നറ്റിക്. ഡൈപോൾ മാത്രമാണ് മാഗ്നറ്റിൽ എക്സിസ്റ്റ് ചെയ്യാന്നറിയാം. സോ മാഗ്നറ്റിക്കോ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, മാഗ്നറ്റിക്സ് എന്ന മാറ്ററിൽ ഇതൊക്കെ ഈക്വേഷനൊക്കെ മാഗ്നറ്റിസം രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡൈപോളിനെ കുറിച്ച് സംസാരിക്കും. അവിടെ പറയാൻ വേണ്ടിയാണ് ഡൈപോൾ ഉള്ളത്. അതായത് -Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്, +Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. സോ ഡൈപോൾ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? +Q ചാർജ് പോകും അല്ലേ? +Q ചാർജ് പോയിട്ട് എന്ത് ചെയ്യും? -Q ചാർജ് എത്തും. ഓക്കെ, ഇങ്ങനെ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ചാർജ് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ഇങ്ങനെ കാര്യം
സോ ആ ഒരു പറയാൻ വേണ്ടിയാണ് ഡൈപോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് ഇന്നോട് പറയുന്നത്. അത്രയൊന്നുമല്ല, അതൊന്നും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. ഡൈപോളിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്ലസ് ക്യൂ ചാർജ് വേണം, ഒരു മൈനസ് ക്യൂ ചാർജ് വേണം. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് 2r ആണെന്നുണ്ടെങ്കിൽ, അതായത് പൗതി എന്നുള്ള ഈക്വൽ ഡിസ്റ്റൻസ് 2r ആണെന്നുണ്ടെങ്കിൽ എന്താ Q2a, അതായത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു 2a എന്നതാണ് എന്ത് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. സോ ഇനി വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊരു ഡൈപോളാണെന്ന് ചോദിക്കാം. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. സോ ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു. ഈ ട്രയാങ്കിളിൻ്റെ ചാർജ് ഞാൻ ഇവിടെ 2q എന്ന് വെച്ചു. ഇവിടെ എന്താ വെച്ച് ഞാൻ -q എന്ന് കൊടുത്തു, ഇത് -q എന്ന് കൊടുത്തു. സോ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇതിൽ ഇക്വലായിട്ട് ട്രയാങ്കിളാണ്, ഞാൻ ഇത് r എന്ന് കൊടുത്തു. ഇത് ഡൈപോൾ ആണെന്ന് ചോദിച്ചാൽ ഓക്കെ, ഇറ്റ്സ് ആക്ട് ആസ് എ ഡൈപോൾ എന്ന് പറയാൻ പറ്റും. കാരണം ഞാനിതിനെ മാറ്റി വരച്ചാൽ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിലേക്ക് മാറ്റി വരച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല. അതായത് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു -q ചാർജ് വെച്ചിട്ട് ഇവിടെ +q ചാർജ് വെക്കും, ഇവിടെ ഒരു -q ചാർജ് വെച്ചിട്ട് ഞാൻ ഇവിടെ +q ചാർജ് വെച്ചു. സോ ഐ ഗോട്ട് 2 ഡൈപോൾ. എനിക്ക് എന്ത് കിട്ടി, 2 ഡൈപോൾ കിട്ടി. അതായത് ഈ 2q ചാർജ് എന്ത് ചെയ്തു, 2 ചാർജായി സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്തു, 2 ഡൈപോളാക്കി മാറ്റി. സോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതാണുള്ളത്. അപ്പോൾ ആണെന്ത് ഇലക്ട്രിക് ഡൈപോൾ എന്നാണ് കോൺസെപ്റ്റ്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുമ്പോഴാണ് ടോർക്കിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചിട്ടും വർക്കിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാനുള്ളത്. സോ അപ്പോൾ P × E എന്ന് പറയുന്നതാണെന്ത് നമ്മൾ ടോർക്ക് കാണാൻ പറ്റില്ല. P എന്ന് പറഞ്ഞാൽ എന്താ, ഡൈപോൾ കാണാനുള്ള ഇക്വേഷൻ എന്താ 2aq. 2a എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസാണ്. സോ നിങ്ങൾ 2aq എന്ന് പറഞ്ഞാൽ 2 എന്ന ഇക്വേഷനിലല്ല, അതായത് നമ്മൾ ആ 2 ചാർജുകൾക്കുള്ള ഡിസ്റ്റൻസ് 2a എന്ന് എടുത്തതുകൊണ്ടാണ് 2aq എന്ന് എഴുതിയത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ അതൊരു 10, അതായത് 2 ചാർജ് ഒരു -8 അല്ലെങ്കിൽ +8 എന്ന് പറഞ്ഞാൽ 2 ചാർജ് നമ്മൾ ഡിസ്റ്റൻസ് 8 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 × 8 എന്ന് എഴുതരുത്, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് 8 തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടോ കൺവീനിയൻസിനോട് എന്ത് ചെയ്തിട്ട് നമ്മൾ 2a എന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ 2a എന്ന് എടുത്തത്, ഇവിടെ 2a എന്ന് എടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് 6 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയാവും. ഓക്കെ, അപ്പോൾ അടുത്ത എന്താ വർക്ക് ഡൺ ആണ്. അപ്പോൾ PE cos θ1 - θ2 എന്നുള്ളതാണ്. അതായത് cos θ1 എന്ന ആംഗിളിൽ cos θ2 എന്നുള്ള ആംഗിൾക്ക് തിരിക്കാനുള്ളതാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രോസ് പൊട്ടൻഷ്യൽ എനർജിയാണ് P.E എന്ന് പറയുന്നത്. ചാർജ് ഡെൻസിറ്റി വിവിധ രീതിയിലുണ്ട്. λ q/L, φ q/A, q/V എന്ന് പറഞ്ഞിട്ടുണ്ട് ചാർജ് ഡെൻസിറ്റീസ് ഉണ്ട്. സോ അടുത്ത് നോക്കാം. ഇൻഫിനിറ്റി ചാർജ് ഷീറ്റ് ആണെങ്കിൽ σ/2ε0 ഉണ്ട്. അപ്പോൾ ഇൻഫിനിറ്റി ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചാർജ് ഷീറ്റ് ഉണ്ട്, അതായത് പ്ലസ് ഇങ്ങനെയുള്ള ഒരു ഷീറ്റാണ്. ഈ ഷീറ്റാണെന്നുണ്ടെങ്കിൽ ഇത് എന്തുണ്ടാവും, σ/2ε0 എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. സോ ഒരു കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ എന്തുണ്ട് ഇലക്ട്രിക് ഫീൽഡ് മൈനസ്. അപ്പോൾ σ2πε0 പ്ലസ് ഇതിൻ്റെ ഒരു ഫീൽഡും കൊണ്ടാകും σ2πε0 ഉണ്ടാവും. അപ്പോൾ σ2πε0 പ്ലസ് σ2πε0 σ/ε0 എന്ന് കിട്ടും. അപ്പോൾ ഒരു 2 കപ്പാസിറ്റർ തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ പറ്റും σ/ε0 എന്ന് എഴുതാൻ പറ്റും. സോ അത് കപ്പാസിറ്റർ പറയുന്ന സമയത്ത് പറയാം, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇൻഫിനിറ്റ് ലോങ് ചാർജ് വയറാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, λ/2πε0r എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ് ഉള്ളത്. ഓക്കെ, പിന്നെ കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്ററിൽ എടുക്കുക. അവിടെ നോക്കുന്ന സമയത്ത് അതായത് ഒരു കണ്ടക്ടിങ് സ്ഫിയർ, ഇത് കണ്ടക്ടിങ് സ്ഫിയറിന് ക്വസ്റ്റ്യൻസ് ഒരുപാട് അവൻ്റെ നോക്കിക്കാളെ. ഒരു കണ്ടക്ടിങ് സ്ഫിയറിൻ്റെ ഉള്ളിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ് 0 ആണ്. അതിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ സർഫസിലാണെന്നുണ്ടെങ്കിൽ എന്താ kq/r². അതായത് നോക്കുന്ന സമയത്ത് അതായത് ഞാനിങ്ങനെ ഒരു ഇതെടുത്തു, ഞാൻ എന്ത് ചെയ്തു, ഒരു സർക്കിൾ എടുത്തു. ഓക്കെ, സർക്കിൾ എടുത്തു. ഒരു സർക്കിളിനുള്ളിൽ എന്ത് ചെയ്തു, റേഡിയസ് ഉണ്ട്. സോ ആ റേഡിയസിലൊരു സർക്കിൾ എടുത്തു. സോ ഈ സർക്കിൾസിൻ്റെ അതായത് R എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ഓഫ് സർക്കിളാണ്. സോ ഞാനൊരു R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്തു. ആദ്യം ഞാൻ R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സെൻട്രലെടുത്തു, അതായത് 0 എന്ന് എടുത്തു. അപ്പോൾ എന്താ ε0 ഇത് എന്താ 0 ആണ്. അതായത് സെൻറ്ററിൻ്റെ ഉള്ളിൽ എന്താ ഈ പോയിന്റിൽ എന്താണ്, ഈ പോയിന്റിൽ 0 ആണെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു R ഡിസ്റ്റൻസ് അകലെടുത്തു. അതായത് ഞാനിവിടെ ഈ പോയിന്റ് അടിച്ച് ഈ പോയിന്റ് എടുത്താൽ എന്താ കിട്ടുക, ഇക്വേഷൻ എഴുതാൻ പറ്റില്ല. എങ്ങനെ അറിയോ, ഇക്വേഷൻ എഴുതാൻ പറ്റില്ല, kq/r² എഴുതാൻ പറ്റും. ഓക്കെ, kq/r² എഴുതാൻ പറ്റും. ഇനി സർഫസിലാണെങ്കിൽ kq/r² എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. സോ പിന്നെന്താ ബാക്കി നോക്കി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഉള്ളത് അടുത്ത ചാപ്റ്റർ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും കപ്പാസിറ്റൻസ് എന്ന് പറയുന്നതും അടുത്ത ചാപ്റ്ററായിട്ട് പറയാൻ പറ്റും. അത് അടുത്ത ടോപ്പിക്കിൽ പറയാം.